മത്സ്യബന്ധനത്തിനിടെ കാണാതായ 3 പേർക്കായി ഇന്നും തെരച്ചിൽ തുടരും. പുല്ലുവിള സ്വദേശി ജോൺ, മുതലപ്പുഴി സ്വദേശി ഷിജിൻ, നീണ്ടകര സ്വദേശി ഗൗതം കൃഷ്ണ എന്നിവർക്കായാണ് തെരച്ചിൽ നടത്തുന്നത്. 12 ദിവസം മുൻപാണ് ഇവരെ കടലിൽ കാണാതായത്. മുതലപ്പുഴി തെരച്ചിലിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണാം. എസ് അഭിലാഷ് ആണ് നമ്മളുമായി കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ്, മുതലപ്പൊടിയിൽ നടന്ന അപകടത്തിനൊടുവിൽ ഇപ്പോൾ 12ാം ദിവസമാണ് തെരച്ചിൽ തുടരുന്നത്. കഴിഞ്ഞ ദിവസം മന്ത്രിമാർ അടക്കം തീരത്തെത്തിയിരുന്നു. വലിയ പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദർശനം നടത്തുന്നത്. ഇപ്പോൾ എന്താണ് അവിടെ നിന്നുള്ള സാഹചര്യം? കഴിഞ്ഞ ദിവസം കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം കടലിന്റെ പ്രക്ഷുബ്ധാവസ്ഥ തന്നെയായിരുന്നു തിരിച്ചടിയായത്. തീരപ്രദേശങ്ങളിൽ, അതായത് പുലിമുട്ട്, അഴിമുഖം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്താൻ ഇന്നലെ കഴിഞ്ഞില്ല. സ്കൂബ സംഘം ഉൾപ്പെടെ സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും തിരച്ചിൽ നടന്നിരുന്നില്ല. ആഴക്കടലിൽ മാത്രമാണ് ഇന്നലെ മറൈന്റെയും അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസിന്റെയും ഒക്കെ തിരച്ചിൽ നടന്നത്. തമിഴ്നാട് മേഖലയിലും അന്വേഷണം നടന്നിരുന്നു. എന്നാൽ തീരപ്രദേശത്ത് അത് അഴിമുഖത്തോട് ചേർന്നുള്ള ഭാഗത്ത് പുലിമുട്ടുകൾക്കിടയിൽ കൂടി അന്വേഷണം നടത്തണമെന്ന് കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ടു. എന്നാൽ അത്തരത്തിലുള്ള അന്വേഷണത്തിന് പറ്റിയ സാഹചര്യമല്ല കടലിലുള്ളതെന്നും ശക്തമായ അടിയൊഴുക്ക് ഉണ്ട് എന്നും ഇതാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയും ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ഒക്കെ സ്ഥലം സന്ദർശിച്ചു. മുതലപ്പുഴയും അതുപോലെ തന്നെ ഈ കടലിൽ കാണാതായ ഷിജിന്റെ വീടും ഒക്കെ സന്ദർശിച്ചിരുന്നു. ഇവരും നൽകിയ ഉറപ്പ് വീണ്ടും അന്വേഷണം തുടരുമെന്ന് തന്നെയാണ്. കാര്യക്ഷമമായ രീതിയിലുള്ള അന്വേഷണം തുടരുമെന്ന് അറിയിച്ചിരുന്നു. നേവിയുടെ തിരച്ചിൽ സംഘം എത്തുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്ന് എത്തുമെന്നൊരു പ്രതീക്ഷ ആണ് ഈ വകുപ്പിനുള്ളത്. എന്തായാലും ഈ പ്രതികൂലമായ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ തീരത്തോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ പുലിമുട്ടുകൾ അല്ലെങ്കിൽ അഴിമുഖം ആ ഭാഗങ്ങളിലുള്ള തിരച്ചിൽ അസാധ്യമാണ് എന്നാണ് ഇപ്പോഴും അധികൃതർ പറയുന്നത്. മറ്റുള്ള തിരച്ചിൽ, അതായത് ആഴക്കടലിലും തമിഴ്നാടൻ മേഖലയിലുമുള്ള തിരച്ചിൽ ഇന്നും തുടരുമെന്നും അറിയിച്ചിട്ടുണ്ട്. ശരി, എസ് അഭിലാഷ് ആണ് നമുക്ക് മുതലപ്പുഴയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത നമുക്ക് നീണ്ടകരയിലെ വിശദാംശങ്ങളുമായി എസ് വിനീഷ് ആണ് നമ്മളുമായി ചേരുന്നത്. വിനീഷ്, നീണ്ടകരയില് ഗൗതം കൃഷ്ണ കാണാതായി. ഇപ്പോൾ 12ാം ദിവസത്തിലേക്ക് ഈ തെരച്ചിൽ നടക്കുകയാണ്. ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ ഇപ്പോഴും പ്രതീക്ഷയിലാണോ? തീർച്ചയായും സറ, കൊല്ലത്ത് കടലിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. അതുപോലെ തന്നെ സറ സൂചിപ്പിച്ചതുപോലെ തന്നെ 12ാം ദിവസമായിട്ടും നേവി അടക്കമുള്ള എത്തുകയും വ്യാപകമായി തെരച്ചിൽ നടത്തുകയൊക്കെ ചെയ്തെങ്കിലും ഗൗതമിനെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കോസ്റ്റൽ പോലീസ്, മറൈൻ പോലീസ്, അതുപോലെ തന്നെ കോസ്റ്റൽ ഗാർഡ്, നേവി എന്നിവർ സംയുക്തമായിട്ടായിരുന്നു ഇതുവരെ തെരച്ചിൽ നടത്തി വന്നിരുന്നത്. അതേസമയം ഗൗതംകൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശനും വനം വകുപ്പ് മന്ത്രി ഷിബു ബേബിജോണും കഴിഞ്ഞ ദിവസം വീട്ടിൽ എത്തിയിരുന്നു. കുടുംബത്തിനും അതുപോലെ തന്നെ ഇതിന്റെ തെരച്ചിലുമായി എല്ലാ സഹായങ്ങളും ഉറപ്പാക്കിയാണ് ഇരുവരും മടങ്ങിയത്. അതുപോലെ തന്നെ കടലിലെ രക്ഷാപ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ട പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രിമാരായ ബിന്ദു കൃഷ്ണയും പി സി വിശ്വനാഥും ഗൗതമിന്റെ വീട് സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് അറിയിച്ചിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും മുൻ മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ അടക്കമുള്ളവർ പുത്തൻതുറയിലെത്തി ഗൗതമിന്റെ അമ്മയെ കാണുകയും ആശ്വാസ വാക്കുകൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഗൗതമിന്റെ വീട്ടിലെത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോസ്റ്റൽ പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്നും തെരച്ചിലുകൾ തുടങ്ങിയിട്ടുണ്ട്, രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമായിരുന്നു, പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇതെല്ലാം തന്നെ തെരച്ചിലിന് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പോൾ വീണ്ടും തെരച്ചിൽ തുടരുന്നു. വലിയ പ്രതീക്ഷയോടെയുള്ള തെരച്ചിലാണ് ഇപ്പോഴും തുടരുന്നത്. സെറ. ശരി, എസ് വിനീഷ് ആണ് നീണ്ടകരയിൽ നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.